ഞെട്ടിച്ച ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അന്വേഷണം നിർണായക ഘട്ടത്തിലേക്ക്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്ത്, ബോർഡ് അംഗം അജയ് കുമാർ എന്നിവരെ പ്രത്യേക അന്വേഷണ സംഘം വീണ്ടും ചോദ്യം ചെയ്തു. 2025 ശബരിമലയിലെ സ്വർണം പൂശൽ നടപടികളുമായി ബന്ധപ്പെട്ട് ഉയർന്ന അഴിമതി ആരോപണങ്ങളിലാണ് ഇപ്പോൾ അന്വേഷണം കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഇത് മൂന്നാം തവണയാണ് PS പ്രശാന്തിനെയും അജയ് കുമാറിനെയും SIT ചോദ്യം ചെയ്യുന്നത്. വരാനിരിക്കുന്ന കുറ്റപത്രം സമർപ്പിക്കുന്നതിന് മുന്നോടിയായി കേസിൽ കൂടുതൽ വ്യക്തത വരുത്തുന്നതിനാണ് ഈ നീക്കം. പത്തനംതിട്ടയിൽ വെച്ചായിരുന്നു ചോദ്യം ചെയ്യൽ നടന്നത്. എങ്കിലും തന്നെ ചോദ്യം ചെയ്തു എന്ന വാർത്തകൾ PS പ്രശാന്ത് നിഷേധിച്ചു. അന്വേഷണ സംഘം ചില വിവരങ്ങൾ ശേഖരിക്കുക മാത്രമാണ് ചെയ്തതെന്നും ഔദ്യോഗികമായി ചോദ്യം ചെയ്യൽ നടന്നിട്ടില്ലെന്നുമാണ് അദ്ദേഹത്തിന്റെ പക്ഷം. എന്നാൽ കേസിലെ ഗൂഢാലോചനയും സാമ്പത്തിക ഇടപാടുകളും സംബന്ധിച്ച നിർണായക വിവരങ്ങൾ ലഭിക്കാനാണ് SIT ഇവരെ വിളിപ്പിച്ചതെന്നാണ് സൂചന. ശബരിമലയിലെ സ്വർണ്ണപ്പാളികളിൽ നടന്നുവെന്ന് പറയപ്പെടുന്ന ക്രമക്കേടുകൾ തെളിയിക്കുന്നതിനായി അവ ശാസ്ത്രീയമായ പരിശോധനയ്ക്ക് അയച്ചിരുന്നു. ജംഷഡ്പൂർ മെറ്റലർജിക്കൽ ലാബിൽ നിന്നുള്ള ഈ പരിശോധനാ ഫലം ഏപ്രിൽ അവസാനത്തോടെ ലഭ്യമാകുമെന്ന് SIT കേരള ഹൈക്കോടതിയെ അറിയിച്ചു. സ്വർണത്തിന്റെ ഗുണനിലവാരത്തിലും അളവിലും മാറ്റം വന്നിട്ടുണ്ടോ എന്ന് ഈ പരിശോധനയിലൂടെ വ്യക്തമാകും. ഈ റിപ്പോർട്ട് ലഭിച്ചാൽ മാത്രമേ കേസിൽ ശാസ്ത്രീയമായ തെളിവുകൾ നിരത്താൻ അന്വേഷണ സംഘത്തിന് സാധിക്കൂ. നിലവിലെ അന്വേഷണ പുരോഗതിയിൽ ഹൈക്കോടതി തൃപ്തി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അന്വേഷണം പൂർത്തിയാക്കി അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കാൻ SITക്ക് മെയ് 18 വരെ കോടതി സമയം അനുവദിച്ചു. സ്വർണ്ണപ്പാളികളുടെ പരിശോധനാ ഫലം കൂടി ഉൾപ്പെടുത്തി ശക്തമായ കുറ്റപത്രം സമർപ്പിക്കാനാണ് പോലീസ് ലക്ഷ്യമിടുന്നത്. 2025 ശബരിമല നടപ്പന്തലിലും ശ്രീകോവിലിലും സ്വർണം പൂശുന്ന പ്രവൃത്തികളുമായി ബന്ധപ്പെട്ടാണ് വിവാദങ്ങൾ ആരംഭിച്ചത്. ഭക്തർ നൽകിയ സ്വർണത്തിലും ബോർഡ് വക സ്വർണത്തിലും വൻതോതിൽ കുറവ് വന്നതായും സ്വർണത്തിന് പകരം മറ്റു ലോഹങ്ങൾ ഉപയോഗിച്ചതായും ആരോപണങ്ങൾ ഉയർന്നു. ദേവസ്വം ബോർഡിലെ ഉന്നതർക്ക് ഇതിൽ പങ്കുണ്ടെന്ന പരാതിയെ തുടർന്നാണ് ഹൈക്കോടതി ഇടപെടുകയും പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കുകയും ചെയ്തത്. ശബരിമലയിലെ സ്വർണം പൂശൽ പ്രവൃത്തിയിൽ കോടികളുടെ അഴിമതി നടന്നുവെന്ന ഗൗരവകരമായ ആരോപണത്തെ തുടർന്ന് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തി ഒരു പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചിരുന്നു. ഈ കേസിലെ നിർണായക വഴിത്തിരിവുകൾ ശേഖരിക്കുന്നതിനായി വിവാദമായ സ്വർണ്ണപ്പാളികൾ ശാസ്ത്രീയ പരിശോധനയ്ക്കായി ജംഷഡ്പൂരിലെ മെറ്റലർജിക്കൽ ലാബിലേക്ക് അയച്ചിരിക്കുകയാണ്. വിഷയത്തിന്റെ ഗൗരവം പരിഗണിച്ച് അന്വേഷണം കൃത്യമായ സമയപരിധിക്കുള്ളിൽ പൂർത്തിയാക്കണമെന്ന് കേരള ഹൈക്കോടതി കർശന നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. ശബരിമല പോലുള്ള ഒരു പുണ്യ സങ്കേതത്തിൽ നടന്ന സ്വർണ്ണക്കൊള്ള ഭക്തർക്കിടയിൽ വലിയ പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട്. ഇത് കേവലം ഒരു സാമ്പത്തിക കുറ്റകൃത്യം എന്നതിലുപരി ദശലക്ഷക്കണക്കിന് ഭക്തരുടെ വിശ്വാസത്തെയും വികാരത്തെയും ബാധിക്കുന്ന ഒന്നാണ്. അന്വേഷണത്തിന്റെ ഭാഗമായി മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ഉന്നതരെ വീണ്ടും ചോദ്യം ചെയ്യുന്നതും സ്വർണത്തിന്റെ ഗുണനിലവാരം ഉറപ്പാക്കാൻ ജംഷഡ്പൂരിലെ ലാബിലേക്ക് ശാസ്ത്രീയമായ പരിശോധനയ്ക്ക് അയച്ചതും കേസിലെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. മെയ് 18 അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കാൻ ഹൈക്കോടതി നൽകിയ കർശന നിർദ്ദേശം നീതി നടപ്പാക്കുന്നതിൽ നിർണായകമാകും. ശാസ്ത്രീയ പരിശോധനാ ഫലം പുറത്തുവരുന്നതോടെ ആരോപിക്കപ്പെടുന്ന അഴിമതിയുടെ യഥാർത്ഥ ആഴവും അതിനു പിന്നിലെ ഗൂഢാലോചനയും വെളിപ്പെടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കുറ്റവാളികൾ ആരായാലും അവർക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നടപടി ഉണ്ടാകണമെന്ന പൊതുവികാരമാണ് ഭക്തർക്കിടയിലുള്ളത്. വരും ദിവസങ്ങളിൽ പുറത്തുവരുന്ന അന്വേഷണ റിപ്പോർട്ടുകൾ ഈ വിവാദത്തിന് കൃത്യമായ മറുപടി നൽകും. ശാസ്ത്രീയ ഫലങ്ങൾ പുറത്തുവരുന്നതോടെ കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകുമോ എന്നാണ് കേരളം ഉറ്റുനോക്കുന്നത്.